ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി സമയത്ത് പ്രകാശൻ അമ്മൂമ്മയൊക്കെ വിക്രമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ ആയുസ് നീട്ടി കിട്ടണമെന്നൊന്നും ആഗ്രഹമില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ആ കല്യാണിയുടെ ഉയർച്ചയും അതുപോലെ ഇവന്റെ തകർച്ചയുമാണ് എനിക്ക് കാണാൻ യോഗം. ഇവന്റെ തകർച്ച എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം അങ്ങനെ മരണമടഞ്ഞാൽ മതി, എനിക്ക് അത്രയധികം ആയുസ്സൊന്നും വേണ്ട എന്നൊക്കെ അമ്മയോടായിട്ട് പ്രകാശൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അന്ന് രാത്രി തന്നെ നമ്മുടെ സോണിയും ആൽബിയും കൂടി സംസാരിക്കുകയാണ്. അപ്പൊ സോണി ആൽബിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ഇടയിലേക്ക് വിക്രം എന്ന് പറയുന്ന ആ ദുഷ്ടൻ കയറി വരുമോ ആൽബിയേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആൽബി മറുപടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, നീ അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അമ്മൂമ്മ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ അടിപൊളി കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. പണിയെടുക്കുന്നതിലല്ല വിഷമം, ഇത്രയധികം ഭക്ഷണമൊക്കെ തനിക്കും കൂടി കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അമ്മമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ആ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള നല്ല സദ്യയൊക്കെ നമുക്ക് ഒന്നിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ സമയത്ത് വിക്രാണെങ്കിൽ അതേ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് വരുന്നുണ്ട് ശരണ്യയുടെ അവിളി കേട്ടിട്ട്. അപ്പോൾ ശരണ്യയും വിക്രവും നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ആൽബിയെയും സോണിയെയാണ്. സോണിയുടെ കഴുത്തിൽ താലിമാലയും അതുപോലെ തന്നെ നെറ്റിയിൽ സിന്ദൂരൊക്കെ കാണുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വിക്രം. അങ്ങനെ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.